എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറ്റ്യാട്ടൂരുള്ള പാവന്നൂർ ദേശത്ത്, അതായത് പാവന്നൂർ എന്ന ഗ്രാമത്തിൽ വളരെ പഴക്കം ചെന്ന ഏകദേശം 100 വർഷത്തിന് മേലെ പഴക്കം ചെന്ന ചോന്നമ്മക്കോട്ടം മാറ്റി പുതിയ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചതിൻ്റെ പ്രതിഷ്ഠ, അതിനോടനുബന്ധിച്ച് നിരവധി കലാപരിപാടികളും ഉത്സവങ്ങളും ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. ഏകദേശം 100-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രം നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും കൂട്ടായ ആ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി ഇന്ന് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലെത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷ്ഠ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ തന്ത്രി പുതുശ്ശേരി ഇല്ലത്ത്, അതായത് ചൊല്ലി പുതുശ്ശേരി ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിയാണ് ഇതിൻ്റെ കാർമ്മികത്വം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ഏകദേശം 2-3 ദിവസം മുമ്പേ ഇവിടെ തുടങ്ങിയതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തും എൻ്റെ ബാല്യകാല സുഹൃത്തും കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ, ഏഷ്യയിലെ തന്നെ നമ്പർ ഇതിലുള്ള, അതായത് ഏഷ്യയിലെ തന്നെ എണ്ണപ്പെടുന്ന, അതായത് ഇന്ത്യയിൽ തന്നെ എണ്ണം പറയുന്ന ഒരു യൂട്യൂബർ, അതായത് വ്ളോഗർ എന്ന് വേണ്ടിക്ക് പറയാം, യൂട്യൂബറായ KL ബ്രോ ഇവിടെ ഒരു സ്റ്റേജ് പരിപാടി അതിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ മറ്റ് നിരവധി കലാകാരന്മാരുടെ പരിപാടി ഉണ്ടായിരുന്നു. KL ബ്രോയുടെ ഒരു കുടുംബക്ഷേത്രമായിട്ട് വേണമെങ്കിൽ എന്ന് പറയാം. ചെറുപ്പത്തിൽ KL ബ്രോയുടെ വളർച്ചയിൽ വലിയ പങ്ക് എന്നെ സംബന്ധിച്ചൊക്കെ വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്ടോക്ക് വൈറൽ വീഡിയോ ചെയ്ത ഒരാൾ കൂടിയാണ് KL ബ്രോ. അതായത് ടിക്ടോക്ക് ബാൻ ചെയ്ത ശേഷം അത് യൂട്യൂബിലേക്ക് മാറ്റുവാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ അവനോട് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബിലേക്ക് വരികയും അങ്ങനെ നിരവധി കണ്ടൻറ്റുകൾ, അതായത് ഈ കണ്ടൻറ്റുകളുടെ ഒരു രാജാവ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇതിൽ ബിജുവിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. ചെറുപ്പകാലത്ത് അവന് അഭിനയത്തിനോടുള്ള ക്രേസി വളരെ കൂടിയതുകൊണ്ട് അവൻ അഭിനയിക്കുമ്പോൾ എത്രയോ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നീട് അവൻ്റെ സ്വയം പ്രയത്നത്താൽ തന്നെ, അതായത് ഒരു മൊബൈൽ വെച്ച് പ്രയത്നത്താൽ തന്നെ അവൻ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവൻ്റെ ഒരു കുടുംബക്ഷേത്രം തന്നെയാണിത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വർഷവും ഉത്സവത്തിന് സംഘടിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഗ്രാമക്ഷേത്രം. അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷങ്ങളിലേക്ക് പോകാം. സെറ്റായി എത്ര നാളായി മോനെ നടക്കുന്നേ. 68 പ്രാവശ്യമായി പെണ്ണണം പോലെ. 69ാമത്തെ പെണ്ണ് കാണാണ്ട് സെറ്റാകാൻ പോകും. അതെങ്ങനെയാന്ന് വെച്ചാലേ, ഞാന് കുറേ പെണ്ണണം പോയി. ചില സ്ഥലത്തെല്ലാം പെണ്ണണം പോയില്ലല്ലോ. ഡ്രൈവറാന്ന് പറയുമ്പോൾ തന്നെ അവര് എന്തെന്നാന്ന് അവരൊരു കളി എന്ന് പറയാൻ പറ്റില്ല. അവര് അടിക്കാനാന്നോ തൊയ്ക്കാനാന്നോ പറയാത്തൊരു വല്ലാത്തൊരു ഇതാന്ന് അവര്. ഇതെന്ന് പറഞ്ഞാല് ഞാൻ കുറേ പോയി മടുത്തേരാവും. എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാണ് ദൈവം എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. ഫേസ്ബുക്കിൽ തുടങ്ങി നല്ല പ്രൊഫൈൽ പിക്കില് ദുൽഖറിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് കാച്ചി. ഇഷ്ടംപോലെ ഫ്രണ്ട് റിക്വസ്റ്റ്. പൊമ്പിളറെ അതിൻ്റെ അകത്ത് ഹണി റോസ് പോലത്തെ പെണ്ണ് റിക്വസ്റ്റ് അയച്ചിരി. ഞാനതൊക്കെ സെറ്റാക്കി. അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ കുറേ വട്ടം വിളിച്ച് നല്ല പരിചയമായി. അനക്ക് ഒറ്റ നിർബന്ധം വെച്ചാൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പയ്യാമ്പലം ബീച്ചിന്റെ കടപ്പുറത്ത് ആ ഒരു കാറ്റില്ലേ, അതിങ്ങനെ തട്ടി തലോടി പോകൂലേ, ആ സ്ഥലത്ത് എനിക്കുള്ള കാണണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ആദ്യം മീറ്റപ്പ് തന്നെ നമുക്ക് പയ്യാമ്പലം ബീച്ചിൽ വെച്ച് നടത്താൻ വേണ്ടിട്ട്. അവൾ ഇന്ന് വരുന്നുണ്ട്, ഞാൻ പോകാൻ നോക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാൻ പോകുന്നതാണ്.
എന്റെ ദൈവേ ആ പ്രാർത്ഥന നിനക്കുണ്ട് നിന്റെ ഭാഗത്ത് ഉണ്ടാണ് കേട്ടാ. ആ ഓക്കെ, കല്യാണത്തിന് ചിലവ് പറഞ്ഞ നമ്മൾ സെറ്റാക്കും. ഓക്കെ, അപ്പൊ നേരെ പയ്യാമ്പലം ബീച്ചിന്റെ ആരുമില്ലാത്ത കോണിലേക്ക് എന്റെ മുത്തിനെ കാണാൻ വേണ്ടി പോകുന്നേ. പ്രാർത്ഥിച്ചേക്കണേ. മുത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, റേഞ്ച് ഇല്ലേട്ടാ. എന്റെ ദൈവേ, നിന്നല്ലേ സ്ഥലം ഇതിന്റെ അപ്പുറത്ത് പോയാൽ ഫുൾ ചൊറിയിരിക്കും, ആരുമില്ല. ഇതന്നെ എന്റെ മുത്ത് പറഞ്ഞ സ്ഥലം. പ്രൊഫൈലിലെ പോലെ ഹരിറുദ്രെ പോലെ എന്താണ് റേഞ്ചിന്റെ ഒന്ന് വിളിച്ചിട്ടില്ലേ, എത്തിന്ന് പറയുന്നു. ആരുമില്ല. എന്തായാലും ഇത് മതി, കാത്തിരിക്കാം. കാണുന്ന വിചാരിക്കാമോ? ഇതേതാ ഒരു മൂദേവി. കാണും എന്റെ ബെല്ലുമേനെ പോലെയുണ്ട്. ഈ സ്വാതന്ത്ര്യപരോട് നിന്നാൽ ചൊറയാവല്ല. ഓള് വരുമ്പോഴായിരിക്കും ഞാൻ ഇവളോട് പഞ്ചായത്തിക്കലാന്ന്. മൊത്തം ചൊറയാവില്ല. ഈ സാധനത്തിന് എടുത്ത് മാറ്റണം. ഒന്നായിട്ട് ചെയ്യണ്ടേ, പറഞ്ഞു നോക്കാം. എക്സ്ക്യൂസ് മീ തന്നെയല്ലേ ഞാൻ പറഞ്ഞു. വെല്ലുമേ ഞാനുണ്ടല്ല, അഞ്ചാക്കട്ടി മൂത്തവർക്ക് വെല്ലുമ്പോ അതല്ല വിളിക്കോ. നിങ്ങൾ അച്ഛന് അന്നപ്പറ്റി നിങ്ങളെ പറ്റി പൈസ ചോദിക്കുന്നോടൊന്നും പേരിക്കല്ലേ, അത് തീർപ്പനാ. അവളെ നാദമില്ലാത്ത ഇങ്ങോട്ടും കണ്ടില്ല. ഈ സാധനത്തിന് ഇവിടെ വെച്ചാണ്ടല്ല ചൊറിയാവും. വെല്ലുമേ ഇംഗ്ലീഷ് കഴിഞ്ഞ ആ നന്നായി. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഒന്ന് പറയട്ടെ. അത് പറഞ്ഞാല് നമ്മളൊരിക്കുന്ന വേറൊരു എന്റെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർത്ത എന്റെ കല്യാണം നടക്കാണ്ട് 18 വയസ്സ് പെണ്ണാൻ പറ്റാ. കടമ്പത്തില്ലേ അതെല്ലാം കിട്ടി നമുക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത്രയും കഷ്ടപ്പെട്ടില്ല ഈ ബീച്ചിന്റെ ഈ മൂലൊക്കെ വന്നത് എന്തിനാ അറിയാ?
അന്റെ മുത്ത് ഇങ്ങോട്ട് വരുന്നതിനെ കാണാനാണ്. നിങ്ങളില്ലേ അലമ്പാക്കാണ്ടില്ലേ, ഒന്ന് മാർത്തരുവാ, പ്രൈവസി കുറച്ച്. ആ അല്ല ഞാൻ ഇതാണ് സ്ഥലം പറഞ്ഞു വെച്ചേ. അതുകൊണ്ട് ചാവോലച്ഛനെ പോലെ ഉണ്ട്. ഞാൻ പറയുന്നേക്ക് മാറിപ്പോയാ നല്ലത്, മാറിപ്പോയാ നല്ലത്. ഇപ്പൊ പെണ്ണ് വരുമ്പോ ഞാൻ ഇതിലായിട്ട് എന്തോ വർത്താനം മനസ്സിലായിരിക്കും. ആ പ്രൈവസി പോവല്ലോ. ചിലപ്പോ ഒരു സോറി പറഞ്ഞാലോ ഇവവാ സോറി പറ. എക്സ്ക്യൂസ് മീ. അപ്പൊ എക്സ്ക്യൂസ് മീ പറഞ്ഞാൽ വരുന്നല്ല. നിനക്ക് നിങ്ങളുടെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടല്ലേ. അതായത് നിങ്ങളെ കാണുമ്പോ വെല്ലുമേനെ പോലെ തോന്നുന്നില്ല ഏട്ടാ, തോന്നുന്നില്ല. എന്താ പറയണ്ടേ നോക്ക്, നിങ്ങളൊന്ന് മാറി തന്നിട്ടുണ്ടെങ്കിലേ സോറി പറയാം. ഞാൻ പറഞ്ഞു പോയത് തെറ്റുണ്ടെങ്കിൽ സോറി. ഒന്ന് മാറി തന്നിട്ട് എനിക്കിടെ ഓള് വരുന്നുണ്ട്. കൊണ്ടാ ഇതില്ലേ വേക്കുന്ന നോക്കുന്നില്ലേ, ഞാൻ ആ സങ്കല്പത്തിൽ കണ്ട അതുപോലെ ഉണ്ട് കേട്ടാ. അല്ല ഇനിയിപ്പോ സംസാരിച്ചോ, വിവാഹിതയാണോ? വിവാഹിതയാണോ? അർത്ഥം മനസ്സിലായില്ലേ? ഭവതി ഞാനൊന്ന് അഭിസംബോധന ചെയ്താണ്. വെച്ചാല് അപ്പൊ ഞാൻ കൊറേ പെണ്ണെല്ലാം കാണാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ കൊറേ ആയി പെണ്ണെല്ലാം കാണാൻ പോകുന്നത്. അപ്പൊ സെറ്റായിട്ട് അങ്ങനെ ഒരു കുട്ടീനെ വിളിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ കാണുമ്പോല്ലേ എന്റെ ആ സങ്കല്പത്തിലെ എന്റെ മുത്തിനെ പോലെ ഉണ്ട്. നോക്ക്, ചോദിക്കുമ്പോ പേരിക്കല്ലേ എന്റെ കൂടെ പോരുന്നു എങ്ങോട്ടെങ്കിലും. വരുന്നില്ലേ? വരുന്നാ പറയണ്ട്. വരുന്ന അതെ. പിന്നെ ഞാനുണ്ടല്ല കിട്ടുമല്ലേ അത് ഞാൻ പറയുന്നേക്ക്. നമുക്ക് എന്തായാലും ഈ മാർച്ച് 9 ഒരു 13-14 എനിക്ക് കല്യാണം സെറ്റാക്കിയാലോ? അല്ല അങ്ങനെയാണെങ്കിലേ ഞാൻ എന്റെ മുത്തിനോട് നേരത്തെ പറഞ്ഞില്ലേ കാത്തു നിൽക്കുന്നേ, ഓരോട് വിളിച്ചു പറയട്ടെ എനിക്ക് ഇവിടെ ഒരാൾ സെറ്റ് ആയിട്ടുണ്ട്, നീ തൽക്കാലം വേറെ ആളെ നോക്കോ. വിളിച്ചു പറയും, റേഞ്ച് കുറച്ച് കുറവാണ്, അങ്ങോട്ട് പോയിക്കോ. ഹലോ 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 ആ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. നമ്മള് ബീച്ചിൽ വെച്ച് കാണാൻ പറഞ്ഞിട്ടില്ലേ? ആ അത് തൽക്കാലം വേണ്ട, എനക്കൊന്ന് സെറ്റായി. ആ നിനക്ക് സെറ്റായ എന്താ ഒരു കാര്യം ചെയ്യ്, നമുക്ക് തൽക്കാലം പിരിയാം. ആ ഓക്കെ, എന്നാ പിന്നെ നീ നിന്റെ ബൈക്കോട്. ഒരു വിഷമില്ല, സന്തോഷം മാത്രം എനിക്കെന്റെ. ഓക്കെ ഓക്കെ എന്നാ ശരിയാ. ആ അതാ നല്ലത്, ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലോ. വിളിച്ചു പറഞ്ഞോ. അപ്പൊ എപ്പോഴാ കല്യാണം? നേരത്തെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തോ ഡിമാൻഡ്സ് ഉണ്ടോ കല്യാണം കഴിക്കുന്നതിന്? കൊണ്ടുവരാൻ ചിലവർ ഇങ്ങോട്ടാ ഡിമാൻഡ്സ് ഒക്കെ. ഞാനൊരു സാധാരണ വീട്ടിലെ പെണ്ണാണ്. അച്ഛനങ്ങനെ കൂലിപ്പണി, അമ്മക്ക് അങ്ങനെ പണിയൊന്നുമില്ല, തൊഴിലുറപ്പിനും പോവുകയാണ്. അപ്പൊ എനിക്കങ്ങനെ ഡിമാൻഡ് ഒന്നുമില്ല. പിന്നെ ചോദിച്ചോണ്ട് ഒന്ന് രണ്ടെണ്ണം പാത്രം കഴുകാൻ അറിയാം. അങ്ങനെ
വൃത്തിക്ക് പോവാ. കണ്ണാടി പോലെ അതെയാ, എന്നാ വീട്ടില് പാത്രം തേച്ച് കഴിക്കണം. പിന്നെ തുണിയാക്കാനറിയാം. നല്ല മുത്തുടിപ്പിച്ച തുണിയെല്ലാം ഉണ്ടാവും എന്റെ കയറ് കളയണെടുക്കോ. പിന്നെ നിലം തുറക്കാനറിയാം. അച്ചാലും തുറക്കുവാ. ഓ, അങ്ങനെ കൊറേ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാനെപ്പോ ഫോണിൽ നോക്കി നിൽക്കും. അന്നേരം എന്നോട് വന്ന് ചോദിക്കും അത് ഞാൻ ചോദിക്കത്തേ ഇല്ല. എന്നാ പിന്നെ എല്ലാം ഓക്കെയാവും. രസവും കൂടി എന്നോട് പറയുന്നത്. അപ്പൊ എന്താ പിന്നെ നമുക്ക് സെറ്റാക്കാം. നോക്കാം. അപ്പൊ നമുക്ക് ഹണിമൂണിന് എങ്ങോട്ട് പോകും? ഹണിമൂണിന് കുണുമണാലി. വേണ്ട, പട്ടായ പോവാം. കുണുമണാലി പോവാ. പട്ടായ പോവാ. കുണുമണാലി പോവാ. കുണുമണാലി. പട്ട. കുണുമണാലി. ആദ്യം മര്യാദക്ക് പറയാൻ പഠിക്കും. കുണുമണാലി. കുണു അറക്കത്തിനെ അറിയും. കുണുമണാലി. പട്ട. കുണുമണാലി. പട്ടായ എങ്ങനെ പോകുന്നില്ല അറിയാം. കല്യാണം കഴിഞ്ഞ് അതിലൊക്കെ നീ ഇതിന്റെ സ്വഭാവം എടുക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ഇങ്ങനെ പട്ടായ പോകാൻ തുടങ്ങിയ പിന്നെ ഞാൻ പോയിട്ടില്ല. പറയുന്നത് വീട്ടിൽ നല്ല ക്ലൈമറ്റോ അത് ഇവിടെ കുണുമണാലിയുടെ വയസ്സ്. ആർക്കും വേണ്ട. ഞാൻ മറ്റോളെ വിളിക്കട്ടെ. ഇപ്പം വിളിച്ച അവളെ കിട്ടും എന്തായാലും. ആ അവളെ വിളിച്ചു പറയുന്നത് കിട്ടുന്നല്ലോ. ഹലോ. മോളെ ഇല്ല, ഞാൻ മോളെ നേരത്തെ തമാശക്ക് പറഞ്ഞാണ്. ഞാനിവിടെ ബീച്ചിലുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ഏയ് ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ, മോളും തമാശ പറഞ്ഞാലേ കാണുന്നുള്ളൂ. അതെയാ? എന്നാ ഞാനും ആടെ തന്നെയാ ഉള്ളത്. ആടെ ഏത് പത്തായിട്ട് വരുവാ? വേറെ ആരുമില്ലല്ലോ. വലിയ പ്രായമില്ലൊരു നിന്റെ ഡ്രസ്സിന്റെ കളർ പറഞ്ഞോട്ടെ. വെള്ള. ആ മുടി തിരുപ്പനായിട്ടില്ലേ? നീ നീ ഏത് സൈഡ് നോക്കി? സോറി, ഈ സൈഡ് നോക്കി. ഈ സൈഡ് ഇജോട് കപ്പിക്കാൻ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. 68ാമത്തെ പെണ്ണുകളിലാണ്. ഇതും കൂടി നടന്നിട്ടില്ലെങ്കിൽ വേറെ വഴിയില്ല. എന്നാ പിന്നെ അങ്ങനെ വേറെ വഴിയില്ലെങ്കിൽ ഒന്നിച്ചൂടെ 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 ഒന്നിച്ചൂടെ. എന്താ നിങ്ങളെ സൗണ്ടെല്ലാം മാറുന്നത്? പറഞ്ഞ് സൗണ്ട് മാറിപ്പോന്നെ. അപ്പൊ നമുക്ക് കല്യാണം കഴിച്ചൂടെ? എന്നാ കഴിച്ചൂടെ? നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ടൂറ് പോണ്ടേ? എന്തിനു റെഡിയാ?
Yeah.